പാനിപ്പൂരി, മസാലപ്പൂരി ഇതെനിക്കും എൻ്റെ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് മൈസൂർ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് കഴിക്കുന്നത്. ശരിക്കും ഇത് കേരളത്തിന് പുറത്തു പോയി കഴിക്കുമ്പോഴാണ് അതിൻ്റേതായ ഒരു രുചിയിൽ കിട്ടുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ശരിക്കും വൈകുന്നേരങ്ങളിലല്ലേ ഇത് കാണാറ്. ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് 6:30 ഹോസ്റ്റലിൽ കയറുകയും വേണം. ഈ കട തുറക്കണമെങ്കിൽ തന്നെ 6 മണി കഴിയുകയും ചെയ്യും. ചൂടോടെ വാങ്ങി വായിലിട്ട് 6:30 മുമ്പേ ഹോസ്റ്റലിൽ കയറാനുള്ള ഓട്ടമായി. 6:30 ഗേറ്റ് അടയ്ക്കാൻ വരുന്ന സിസ്റ്ററോട് സിസ്റ്ററെ അടയ്ക്കല്ലേ ഞങ്ങളും കയറാനുണ്ടെന്ന് പറഞ്ഞ് ഓടിയെത്തി അകത്ത് കയറും. ഇപ്പോൾ ഒക്കെയാണ് ഞാൻ ആലോചിക്കുവേ, അത് പാഴ്സൽ വാങ്ങി ഹോസ്റ്റലിൽ പോയിരുന്ന സമാധാനത്തിൽ തിന്നാൽ പോരെ. അന്ന് ആ ഉന്തുവണ്ടിക്കടയുടെ മുമ്പിൽ ഒരു കാല് പോയ സ്റ്റൂളും പകുതി പൊട്ടിയ സ്റ്റൂളിലൊക്കെ കൂട്ടമായിട്ടിരുന്ന് എല്ലാവരും കൂടി ഇത് വാങ്ങി കഴിക്കുമ്പം അതും ഒരു പ്രത്യേക രസം. എന്നെപ്പോലെ തന്നെ എൻ്റെ പിള്ളേർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കാണുമ്പോൾ കുറച്ച് പേരെങ്കിലുമൊക്കെ ചിന്തിക്കും, ഇങ്ങനെ റോഡ് സൈഡിൽ നിന്നും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കാണുന്നോ വാങ്ങി തിന്നാൻ പാടുണ്ടോ എന്ന്. നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ അത് കിട്ടുന്നിടത്തുനിന്ന് വാങ്ങി കഴിക്കുക. ഇത് പറഞ്ഞപ്പോഴാണ് പണ്ടൊരാൾ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്. ഭക്ഷണം എന്തു തന്നെയാണെങ്കിലും, ഭക്ഷണം എവിടെ നിന്ന് തന്നെ കിട്ടിയതാണെങ്കിലും അത് അറപ്പും വെറുപ്പും ഇല്ലാതെ കഴിക്കണം, എന്നാൽ മാത്രമേ ശരീരത്തെ പിടിക്കൂ എന്ന്. ശരിക്കും ഭക്ഷണം എന്തു തന്നെയാണെങ്കിലും അത് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി കഴിച്ചു തീർക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. സമ്പാദിച്ചാൽ മാത്രം പോരാ, തിന്നാനും ഒരു യോഗം വേണമെന്ന് പറയും എല്ലാവരും. ശരിയാ, ചില ആൾക്കാർക്ക് എത്ര നല്ല ഭക്ഷണങ്ങൾ വീട്ടിലുണ്ടെങ്കിലും, എത്രയോ പൈസ കൊടുത്ത് ഭക്ഷണം വാങ്ങാനുള്ള കഴിവുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ഭക്ഷണം കഴിക്കാൻ പറ്റാതിരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ചിലപ്പോൾ ചില വീടുകളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നിമിത്തം ഭക്ഷണം വിളമ്പി വെച്ചിട്ട് അത് കഴിക്കാനാവാതെ നിറകണ്ണുകളോടെ വേസ്റ്റ് ബാസ്ക്കറ്റ് കൊണ്ടുപോയി കളയുന്ന എത്ര അനാഥ മക്കൾ, അല്ലെങ്കിൽ വീട്ടിലെ വഴക്കുകൾ നിമിത്തം കൊണ്ടുപോയി കളയുന്ന മാതാപിതാക്കൾ, മക്കൾ, ഭാര്യ, ഭർത്താവ്, അങ്ങനെ ഒത്തിരി പേരുണ്ടാവും ലോകത്ത്. എന്തു തന്നെ ഭക്ഷണമായാലും അത് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഇരുന്ന് കഴിക്കാൻ ഒരു അനുഗ്രഹം ദൈവം തന്നതിന് നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാ. നമ്മുടെ വല്യപ്പന്മാരും വല്യമ്മമാരൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, എടാ അല്ലെങ്കിൽ എടി, നീ കഴിക്കുന്നതിന് മുമ്പ് നെറ്റിയെ കുരിശ് വരച്ചിട്ടാണോ അല്ലെങ്കിൽ ദൈവത്തോട് നന്ദി പറഞ്ഞിട്ടാണോ കഴിക്കുന്നതെന്ന്. ശരിയാ, തന്ന ഭക്ഷണത്തിനും അത് കഴിക്കാൻ നമുക്ക് കിട്ടിയ സമാധാനത്തിനുമായിരിക്കും ദൈവത്തോട് നന്ദി പറയണമെന്നൊക്കെ അന്ന് അവർ നമ്മളെ പഠിപ്പിച്ചത്. പക്ഷെ അന്ന് നമുക്കത് മനസ്സിലാവില്ലായിരുന്നു. മുമ്പിൽ കിട്ടുന്ന പെട്ടെന്ന് തിന്നു തീർക്കണം എന്ന് മാത്രമേ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ. എന്തായാലും ഒരു വീഡിയോ എടുത്ത് ഈ പാനിപ്പൂരി കഴിച്ച് ആ വീഡിയോ വീണ്ടും കണ്ടപ്പോഴാണ് എനിക്കിങ്ങനെ ചില നല്ല കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നത്. അതുകൊണ്ടേ വേറെ എന്തെങ്കിലും വെറൈറ്റി ഫുഡ് കാണുമ്പോൾ അത് വാങ്ങിക്കഴിച്ച് അതിൻ്റെ വീഡിയോ എടുത്ത് ഞാൻ ഈ കൂടുതൽ നല്ല നല്ല ഓർമ്മകളുമായിട്ട് വരും. അതുവരെ ബൈ.